ബീഫ് സ്റ്റീക്ക് റെഡി ആയിട്ടുണ്ട്. ചെയ്തിട്ട് കഴിച്ചു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൺ റൂഫ്. ഞാൻ അബു. അപ്പോൾ നമ്മളിന്ന് ബീഫ് സ്റ്റീക്ക് വീഡിയോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റീക്കിൽ വെറും കുരുമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ റോ ആയിട്ടുള്ള കുരുമുളകാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഇടിക്കുന്നതിലിട്ടിട്ട് നമുക്കിതിനെ ഇടിക്കാം. ഫസ്റ്റ് അപ്പോൾ നമ്മൾ കുരുമുളക് റോ ആയിട്ടുള്ളത് ഇടിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഒരു വേറെ ലെവൽ ടേസ്റ്റ് കിട്ടും ഇപ്പോൾ നമുക്ക്. അപ്പോൾ നമ്മുടെ കുരുമുളക് പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യാം. ഇത് കർപ്പൂരമാണ്. കർപ്പൂരം ഇട്ട് ഈസിയായി കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ ബീഫ് കുരുമുളകും ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആദ്യം നമ്മൾ ഉപ്പിട്ട് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പൊടിച്ചു വെച്ച കുരുമുളക്. അപ്പോൾ പൊടിച്ചു വെച്ച കുരുമുളകിനെ എടുത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ബാക്ക് ശകലം ഉപ്പ് തടവുക. കുരുമുളക്, ബീഫിൽ നന്നായി ഉപ്പും പെപ്പറും പുരട്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ വെച്ച് നന്നായിട്ട് ഉപ്പും പെപ്പറൊക്കെ ഒന്ന് ഇറങ്ങാൻ വിടുക. അതിനുശേഷം നമ്മളെടുത്ത് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചട്ടി ചൂടാക്കാം. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബട്ടറിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ബട്ടറും പിന്നെ 2 ടീസ്പൂണ് ഒലീവ് ഓയിലും ഉപയോഗിക്കാം. 1 2. ചൂടായ ബട്ടറിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് എടുത്ത് ഇടാൻ പോകണം. അപ്പോൾ ഈ ബീഫിനെ ഒരു 2 മണിക്കൂർ നമുക്ക് സ്ലോ ആയിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് ഗാർലിക്കും കൂടെ ഇട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് ഒരു 2 മണിക്കൂർ പതിയെ വേകട്ടെ. ചൂടായ ബട്ടർ കുറച്ച് മേലെ ഒഴിച്ച് കൊടുക്കുക. പതുക്കെ നമുക്കൊന്നത് മറിച്ചിടാം. അടിപൊളി ബ്രൗണി ആയിട്ടുണ്ട്. ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ എടുത്ത് കഴിച്ചു നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റീക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. കമോൺ. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അതാ ബീഫ് നന്നായി വെന്ത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. നല്ല ഇത്തിരി ചൂടുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് വേണം കട്ട് ചെയ്യണമെങ്കിൽ.
അപ്പോൾ നമ്മുടെ സ്റ്റീക്കൊക്കെ കട്ട് ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് സ്റ്റീക്ക് കഴിച്ചു നോക്കാം. വാ, അടിപൊളിയുണ്ട്. രണ്ട് മണിക്കൂറോളം വെന്ത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഗാർലിക്കിൻ്റെയും കുരുമുളകിൻ്റെയും മണം വേറെ ലെവലാണ്. ആക്ച്വലി സൂപ്പർ. ഇന്ന് നമ്മുടെ ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ ആരുമില്ല, സോ അത് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യണം. വെറുതെ എന്നല്ല, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ഈസി ആയിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ഈ ബീഫ് സ്റ്റീക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ദെൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ.